മൃദരുടെ പാപം പൊറുക്കണമേ. നിത്യവിരുന്നിൻ കതിരുകൾ വീശും നിറതിരിയവരിൽ കൊളുത്തണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നമ്മുടെ മഹനീയ ദൈവത്തിന്റെ സമൃദ്ധമായ നാമത്തിന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും ഗജനതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും ആമേൻ. ആഴത്തിൽ നിന്നോ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും സഹായകമായ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുഴുവൻ നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. സർവ്വാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശ്വരനാമവിനയോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തിയുടെ നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാമവിനയോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. ശബ്ദമുയർത്തി പാടുവിൻ, സർവ്വരുമൊന്നായി പാടുവിൻ. എന്നെന്നും ജീവിക്കും സർവ്വേശ്വരനെ വാഴ്ത്തുവിൻ. പരിപാവനനാം സർവ്വേശ്വരാ, പരിപാവനനാം കർത്താവേ, പരിപാവനനാം അമരനേ, ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്തൃതിയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും പ്രകടനമായ ദൈവമേ, അപേക്ഷിക്കും. അങ്ങയുടെ സ്വഭാവത്തിനനുസരിച്ചപ്പോൾ ഞങ്ങളെ കാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ ദൈവമേ, ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവന്മാരുടെ നിയമം നിന്റെ പാപത്തിന്റെയും മരണത്തിന്റെയും തിരിച്ചുകൊണ്ട് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ശരീരത്താൽ ധനകീയമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തന്നെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന്റെ ശരീരത്തിന് ശിക്ഷ വിധിച്ചു. ഇത് ശരീരത്തിന് കാണുന്നതിനനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രകടനത്തിനനുസരിച്ച് ജീവിക്കുന്ന നമ്മെ ദൈവത്തിന്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. വിശ്വാസികളെ സൗഖ്യമുയർ പകരും മൊഴികളോ ദൈവമാരും മലയാളം മോചിതരാകി. ഈ മൊഴി നിങ്ങൾ ഭാഗ്യം നിറയും പരിയുള്ളിലോ ഈ സകലം ജീവങ്ങൾ ഔഷധമല്ലോ. മൃദീശ്വരം ജീവൻ നേടും സ്വർഗ്ഗം തോന്നും ചെയ്യും.
എല്ലാവരെയും വിളിച്ചത് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാസികൾ നമ്മുടെ ഉയർന്നിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അവനെ പറ്റിയുള്ള ഈ വാർത്ത യൂദയാകളിലും സമീപ പ്രദേശങ്ങളിലും പരന്നു. അഭിമന്യപിതാവേ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തെ ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്യുന്നവരാണ് ഓരോ ക്രിസ്ത്യാനിയും നമ്മൾ ഓരോരുത്തരും. സ്വർഗമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഈ ലോക ജീവിതത്തിൻ്റെ അർത്ഥവും നമ്മുടെ ജീവിതത്തിൻ്റെ സഹനത്തിനുമെല്ലാം വലിയ മൂല്യവും വിലയും ഒക്കെ ലഭിക്കുന്നത് സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയും സ്വർഗത്തെത്തിച്ചേരാനുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹവുമാണ്. സ്വർഗമാണ് ഈ ലോക ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്ക് അർത്ഥം നൽകുക. ജീവിതത്തിൻ്റെ പൂർണ്ണതയാണ്, ജീവിത സാക്ഷാത്കാരമാണ് മരണത്തിലൂടെ സംഭവിക്കുക. സ്വർഗത്തിലേക്കുള്ള യാത്ര എൻ്റെ ജീവിത യാത്രയുടെ പൂർത്തീകരണമാണ് മരണത്തിലൂടെ സംഭവിക്കുക. മരണം നമുക്ക് ഭയപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്, എല്ലാവരും അഭിമുഖീകരിക്കേണ്ട ഒരു സത്യവുമാണ്. ജീവിത സാക്ഷാത്കാരത്തിൻ്റെ കോടതി മരണത്തെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ സാധിക്കുന്നുവെന്നാണ് തത്വശാസ്ത്രമായി പറയുക. ആയുധത്തിൽ ചിന്തിച്ച തോമസ് ശരിക്കും ജീവിത സാക്ഷാത്കാരത്തിന് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് ആദ്യമായി ഈ പ്രദേശത്ത് വരുമ്പോൾ എൻ്റെ നല്ല ചിന്ത ഞാൻ വന്ന് വരുന്നുണ്ടെന്ന് അറിഞ്ഞ് വാതൊക്കെ വന്ന് എന്നെ സ്വീകരിച്ചാൽ ഉറങ്ങുന്നു. ജീവിതത്തെക്കുറിച്ചൊക്കെ വളരെ സന്തോഷകരമായി എന്ന് സംസാരിച്ചാൽ ഉറങ്ങുന്നു. ഇപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ അച്ഛനായതുകൊണ്ട് എന്നോടുള്ള സ്നേഹ ബഹുമാനം കൊണ്ടാണ് ഇത്രയൊക്കെ കാര്യമായി ശ്രദ്ധിച്ചത് എങ്കിൽ. പിന്നീട് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ നാട്ടിൽ വന്നു, ഇവിടെ വന്നു, ഞങ്ങൾ വിളിച്ചു വന്നു. ചിലപ്പോൾ ഞങ്ങൾ എല്ലാവരെയും പാതകം സ്വീകരിച്ച് ഞാൻ ഉറങ്ങുന്നു. അന്ന് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ് എന്നെ ഒത്തിരി സ്പർശിച്ചത്. മക്കളൊക്കെ പറയുന്നത് എന്നോട് എന്തെങ്കിലും ജോലിയൊന്നും ചെയ്യേണ്ട, ശാന്തമായി കസേരയിരുന്നാൽ മതി, എന്തിനാണ് അച്ചായൻ്റെ കുറവ് എന്നൊക്കെ എന്നോട് പറയുന്നത്. ഇത്രയും കാലം ജീവിച്ച് എല്ലാം കണ്ട് തൃപ്തിയോടെ ജീവിതത്തിൽ ഇത്രയും ആരോഗ്യവും ഒക്കെ എനിക്ക് ദൈവം തന്നു. വളരെ സന്തോഷമുണ്ട്. ഇനി എത്രയൊക്കെ കസേരയിരുന്നാൽ ഇരുന്നിടത്തോളം കാലം ഇനി ജീവിക്കാനായിട്ട് പറ്റില്ല. ഉള്ള കാലം പറ്റുന്ന പോലൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കാം. അദ്ദേഹത്തോട് എൻ്റെ അമ്മയുണ്ടായിരുന്നു. അമ്മയോട് പറഞ്ഞു, ഇനി നമ്മളിനിയിപ്പോൾ കാണുമെന്ന് തോന്നുന്നില്ല എന്ന് അമ്മയോട് പറയുമ്പോൾ അമ്മ പറഞ്ഞു, അത്ര പ്രായമായില്ലല്ലോ. അത്രയധികം പറഞ്ഞു, 96 വയസ്സെന്ന് പറയുന്നത് അത്ര ചെറിയ പ്രായമൊന്നുമല്ല. സാധാരണഗതിയിൽ നമ്മൾ സ്വർഗത്തിൽ സമയം കഴിഞ്ഞോന്നും പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ അവസാനമായി വന്ന് കണ്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ അച്ഛൻ വരുമ്പോൾ എന്നെ കാണുമെന്ന് അറിയത്തില്ല എന്ന്. എല്ലാ അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പിള്ളേർ പറയുന്നത്. അതുകൊണ്ട് ഇനി കാണുമെന്ന് അറിയത്തില്ല എന്നോട് പറഞ്ഞു. ഞാൻ സംസ്കൃതമായി ഞാൻ പറഞ്ഞു, ഇനിയും ഇത്ര കാര്യം നമുക്ക് അറിയത്തില്ല, ദൈവത്തെ നമുക്ക് അറിയത്തില്ലല്ലോ തന്നെയാണ്. അപ്പോൾ അത് തന്നെ ദൈവത്തിനോട് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന രീതിയിൽ ദൈവം സംസാരിച്ചു പോകുന്നത്. ജീവിതത്തെക്കുറിച്ച് അങ്ങനെ തൃപ്തിയോടെ എന്ന് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് 25 വർഷമാണ് എൻ്റെ അടുപ്പമുള്ള കാലഘട്ടത്തിൽ എന്തും തൃപ്തിയോടെ സംസാരിക്കുകയും ഞാൻ മരണത്തെക്കുറിച്ചൊക്കെ ചോദിച്ചു. വളരെ തൃപ്തിയോടെ ആരെയും മരണപ്പെടുത്താതെ സന്തോഷത്തോടെ മരണം സംഭവിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കി. അത് തീർച്ചയായിട്ടും വേർപാട് വേദനാജനകമാണെങ്കിലും ആ വിധത്തിൽ അത് നമുക്ക് പ്രയാസമില്ല. ഒപ്പം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാനുള്ള അവസരമാണ്. ഈ തീർത്ഥാടകരായ നാം ഓരോരുത്തരുടെയും മരണവും സംസ്കാര ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മളും ഒരിക്കൽ കൂടി നമ്മൾ ഇതേ യാത്ര ചെയ്യേണ്ടവരാണ് തിരിച്ചറിയാം. ജീവിത സാക്ഷാത്കാരം നേടാൻ ദൈവം ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ എത്തിച്ചേരാനുള്ള വലിയ പ്രതീക്ഷയും ആഗ്രഹവും ഉണ്ടാകും. ഇവിടെ വേണം. പ്രത്യേകിച്ച് ഇന്ന് ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബാത്മാവ് നിലയിൽ അച്ചായന്റെ മരണത്തിൽ അനുശോചനമറിയുന്നതോടൊപ്പം നമ്മളും എല്ലാം ഈ തീർത്ഥാടകരാണെന്ന് തിരിച്ചറിയാം. കുടുംബാംഗങ്ങളിൽ ഒരു അച്ചായ സ്വർഗത്തിലുണ്ട്, നമ്മുടെ ഓപ്പന പോകേണ്ടവരാണെന്ന് തിരിച്ചറിയാൻ ഇടപെടേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും അച്ചായന്റെ മരണത്തിൽ വേർപാട് അനുഭവിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥന നിർഭരമായ അനുശോചനം അറിയിക്കുന്നു. അപ്പോൾ ഈ പിതാവിൻ്റെയും എല്ലാ ബഹുമാനമുള്ള അച്ഛന്മാരെയും എല്ലാവരുടെയും എല്ലാ കുടുംബാംഗങ്ങളും എല്ലാ അനുശോചനം അറിയിക്കുന്നു. ദൈവം പ്രത്യേകമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിലേക്കുള്ള തീർത്ഥയാത്രയിൽ എല്ലായ്പ്പോഴും അച്ചായൻ നമുക്ക് വേണ്ടി വന്ന് സംരക്ഷിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ബലവാനായ ദൈവമേ, മരിച്ചവരെ നീ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം സംരക്ഷിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കുകയും ചെയ്യണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ അനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാര്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകനെ അമൂല്യപേക്ഷകളെ നമുക്ക് സ്തുതിക്കാം. അനന്തരമായ സുഖത്തോടെ അവരെ ദൈവം പാടിപ്പിച്ചു ധരിച്ചുകൊണ്ട് സർവ്വത്തെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് കൃപയെ യാചിക്കുകയും ചെയ്യാം. Thank you.
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം സർവ്വഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖമാർ മനുഷ്യർ അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ ഉദ്ഘോഷിക്കുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, നമ്മുടെ ഇടയിൽ നിന്ന് വേർതിരിഞ്ഞു പോയ കർത്താവിൻ്റെ മക്കളിലേക്ക് പോയ തോമാച്ചൻ്റെ പ്രിയ മക്കളെ, ബന്ധുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും അറിയാം. ഇന്ന് തോമാച്ചൻ്റെ ആ ഓർമ്മ ദിവസത്തിൽ തോമാച്ചൻ്റെ പേരിലാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടി നിന്ന് കുർബാന അർപ്പിക്കുകയും ഈ ഒരു വിശുദ്ധ മനസ്സിനെ നമ്മുടെ പക്കലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, പ്രത്യേകിച്ച് കുട്ടപ്പാക്കൽ ഫാമിലിക്ക് കർത്താവിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി ഈ കുർബാനയിൽ പ്രാർത്ഥിച്ചതും ബലി അർപ്പിച്ചതും. എനിക്ക് വ്യക്തിപരമായിട്ട് തോമാച്ചനെ അറിയുന്നില്ല എങ്കിലും, കണ്ടിട്ടില്ല എങ്കിലും, എനിക്ക് കുട്ടപ്പാക്കൽ ഫാമിലിയോട് കുറച്ച് അടുപ്പവും കടപ്പാടുമാണ്. കാര്യം ഞാൻ സലേഷ്യ സഭയിൽ അംഗമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ ഒരു സുപ്പീരിയറായിട്ട് നമ്മുടെ ജോൺ മാത്യു അച്ഛൻ, കുട്ടപ്പാക്കൽ അച്ഛൻ, ഞങ്ങളെല്ലാം ഒരുമിച്ച് ജോലി ചെയ്തവരാണ്. അവരുടെ ഭവനത്തിലേക്ക് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് വളരെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞ പിന്നെ എനിക്ക് വേറെ മറ്റുള്ള തിരക്കുകളിൽ നിന്നിട്ടും ഇവിടെ വരാൻ എനിക്ക് സാധിച്ചു. വന്ന് നിങ്ങളോട് ഒന്നിച്ച് കുർബാന അർപ്പിക്കുകയും നിങ്ങളോട് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയുന്ന ഈ അവസരത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു മാനസികമായിട്ടൊരു വേദന എന്ന് പറയാം. വളരെയേറെ കാലം നമ്മളോട് ഒരുമിച്ച് ജീവിച്ച് നമ്മളെല്ലാം പഠിപ്പിച്ച്, ജന്മം നൽകി പഠിപ്പിച്ച് നമ്മളെ വലിയവരാക്കിയ ഒരു വ്യക്തി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ ദൈവത്തിനടുത്തേക്ക് പോയിരിക്കുന്നു. ഇതൊരു ദൈവത്തിൻ്റെ പദ്ധതി എന്ന് ഓർത്ത് തീർച്ചയായിട്ടും തോമാച്ചൻ നമുക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കേണ്ടത്. അവസരത്തിൽ നമുക്ക് നല്ലവനായ ദൈവത്തിന് നന്ദി പറയാം. എങ്ങനെ ഒന്ന് രണ്ട് പേരോട് സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിലാക്കിയത് വളരെ ഒരു വിശുദ്ധിയായിട്ടുള്ള ജീവിതവും സഭയെയും സമൂഹത്തെയും കുടുംബത്തെയും സ്നേഹിച്ച ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ഈ തോമാച്ചനെ നമ്മൾ കാണുക. ഇത്രയേറെ വർഷം നമ്മളോട് ജീവിച്ചത്, ഇത്രയേറെ വർഷം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും നമ്മൾ തുടർന്ന് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും അവരുടെ തോമാച്ചൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും തോമാച്ചന് വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കാം. തോമാച്ചൻ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. എന്നെ ക്ഷണിച്ച പ്രത്യേകിച്ച് നമ്മുടെ തങ്കച്ചൻ, ഞങ്ങളുടെ ഫാമിലിയിലുള്ള വേറൊരു സുഹൃത്താണ് തങ്കച്ചനും, പിന്നെ മാത്യു അച്ഛൻ, തോമാഷ് അച്ഛൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരോടും അവരെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും തുടർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സന്നിധിയിൽ ഞങ്ങളടയ്ക്കും പ്രാർത്ഥനകൾ ബലികൾ കാഴ്ചയ
ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത അഭിവന്യ പിതാവിന് മുണ്ടപ്രാക കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് യോടച്ചനത്തിൻ്റെയും തങ്കച്ചനത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുന്നു. പിതാവിൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും വിജയകരമായി മുന്നേറുവാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയും ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിച്ച മറ്റു ബഹുമാനപ്പെട്ട വൈദികർക്കും സന്യസ്തർക്കും മുണ്ടപ്പാക്ക കുടുംബത്തിൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ പിതാവിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ഒരു മടിയും കൂടാതെ പകലെന്നോ രാത്രിയെന്നോ ഭേദമില്ലാതെ ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ പ്രിയ ബഹുമാനപ്പെട്ട വികാരിച്ചനും മുണ്ടപ്പാക്ക കുടുംബത്തിൻ്റെ സ്നേഹനിർഭരമായ നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയും ദിവ്യബലിയിലും മറ്റു നിർമ്മാണങ്ങളിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാ ബന്ധുപ്രാതികൾക്കും സ്നേഹിതർക്കും മുണ്ടപ്രാക കുടുംബത്തിൻ്റെ സ്നേഹം നടന്ന് നന്ദി അറിയിക്കുന്നു. തുടർന്ന് സിമിത്തേരിയിലും വീട്ടിലും നടത്തുന്ന എല്ലാ പ്രാർത്ഥനയിലും അതിനുശേഷം ഉള്ള സ്നേഹവിരുദ്ധരും എല്ലാവരും പങ്കുചേരണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വീട്ടിലേക്ക് പോകാൻ വാഹന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. യുവത്തിന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടനെ നിർത്തണമേ. നല്ലവരൊത്തു വലമ്പാകെ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയുമൈരും നൽകുന്നു. ആകാശവും ഭൂമിയും അങ്ങയുടേതാകുന്നു. ആകാശവും ഈ ഭൂതലവും ദാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃതനായുസ്സും കീർത്തനങ്ങൾ പാടും. രുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോയങ്ങേ സുതരാതവരും നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ സോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴയുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃദുൽ ജീവനുദിക്കുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേനം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണമേ. െല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുകമ്പിക്കുകയും നിന്റെ ആദ്യതം ഞങ്ങളെ പാവങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനമാകുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവിതത്തിന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാദാ തിരുസന്നിധിയിൽ. വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാദാ തിരുസന്നിധിയിൽ. പൂർവപിതാവാം അബ്രഹാം ഈസാക്ക് യാക്കോബ് മഹിദാസ്യൻ പരിപാവനമാം ബലികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസ ചെയ്യും ബലിയൻ നാഥാ തിരുസന്നിധിയിൽ. പുരുവത്സരരാം സ്ലീഹരുമൊരുപോൾ വിനയാൻവിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലിപോൽ നാഥാ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസ ചെയ്യും ബലിയൻ നാഥാ തിരുസന്നിധിയിൽ. ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ആഘാതത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പൽക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലരും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ലാസരെ ഉറപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കാരുണ്യപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവിതത്തിന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. കർത്താവേ, അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മെസ്സിഹായെ,
നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ബുദ്ധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ദാസൻ തോമാശനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വർഷിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അതെ, അന്ന് ഇന്നൊക്കെ കൊണ്ടുവന്നറിയോ? എനിക്ക് സന്തോഷമാണമ്മേ. ജോണച്ചൻ വിളിക്കാം. ജോണച്ചൻ ഇവിടെ ജൂലൈയിൽ വന്നായിരുന്നല്ലേ? ഓ, കണ്ടായിരുന്നല്ലേ? അപ്പൊ നമ്മളെ വിടാറില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഈജിപ്തിലെ അടിമത്തത്തിൽ വെച്ച് ഇസ്രായേൽക്കാരുടെ കുടുംബങ്ങളെ അപകടങ്ങൾ രക്ഷിച്ച കാരുണ്യവാനായ കർത്താവേ, കുടുംബത്തെ ആശീർവദിക്കണമേ. അങ്ങയുടെ തിരുസഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകം കുടുംബമാകിയാൽ പൈതൃകമായ അനുഗ്രഹം നൽകി ഇതിനെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ ഈ ഭവനം അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. നസ്രസിലെ തിരുകുടുംബം പോലെ ഇത് സമാധാനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒരു ഭവനമായി തീരട്ടെ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും അങ്ങയുടെ തിരുമനസ് നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളർന്നു വരുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രസാദം ഞങ്ങളിലെന്നും വസിക്കുമാറാകട്ടെ. അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയട്ടെ. ഉയർപ്പുള്ള പ്രത്യാശയോടെ മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരന്റെ നിത്യജീവിതം കൽപ്പിച്ചരുളണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, അനുഗ്രഹിക്കണമേ. പാപികളെ വിശുദ്ധീകരിക്കുന്നവനും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും പ്രവൃത്തികൾക്ക് അനുസരണമായ പ്രതിഫലം നൽകുന്നവനായ ദൈവമേ, ഞങ്ങളുടെ സഹോദരന്റെ പാവങ്ങൾക്ക് മാപ്പ് കൊടുക്കണമേ. ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നരനായുലകിൽ വന്നു പിറന്നാൽ മൃതിദാനന്ത്യം പരിപാവനമാമീശ്വരവിധിയാണൊഴിവില്ലാർക്കും. നരനായുലകിൽ വന്നു പിറന്നാൽ മൃതിദാനന്ത്യം പരിപാവനമാമീശ്വരവിധിയാണൊഴിവില്ലാർക്കും. തനയനിൽ നിന്നും താതന മരണം
ഉരയകറ്റും നിർദ്ദയമൊരു നാളമ്മയിൽ നിന്നും മകനെയകറ്റും നരനായുലകിൽ വന്നു പിറന്നാൽ പ്രതിദാനന്ത്യം പരിപാവനമാമീശ്വരവിധിയാൽ ഒഴിവില്ലാക്കും കൈകൾ വന്നു പിറന്നാൽ പ്രതിദാനന്ത്യം പരിപാവനമാമീശ്വരവിധിയാൽ ഒഴിവില്ലാക്കും കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ബലികളും കാഴ്ചകളും കൈക്കൊണ്ട് മരിച്ചവരുടെ പാപങ്ങൾക്ക് പൊറുതി കൊടുക്കണമേ. നിഷ്കളങ്കനായ ആബേലിന്റെയും പുണ്യചരിതനായ നോഹിന്റെയും അങ്ങയിൽ വിശ്വാസമർപ്പിച്ച അബ്രാഹത്തിന്റെയും വിലയേറിയ കാഴ്ചകൾ പോലെ ഞങ്ങളുടെ എളിയ കാഴ്ചകളും അങ്ങ് സ്വീകരിക്കണമേ. ഈ കുടുംബത്തിലെ അംഗങ്ങളുടെയും ഇവരുടെ ബന്ധുമിത്രാദികളുടെയും പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ഇവിടെ മരിച്ചുപോയ സഹോദരന്റെ ആത്മാവിന് നിത്യാശ്വാസം നൽകുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്ത്രീകൾ നിറച്ചിട്ട് കഴിഞ്ഞാൽ അകത്തോട്ട് വരും.
അവിടെ നമുക്കൊരു പ്രോഗ്രാം നടന്നുണ്ടല്ലോ അവിടെ കാത്തലിക് പ്രസ് അസോസിയേഷൻ്റെ. അതിനാണ് ഞാൻ പോകുന്നത്. കന്യാകുമാരി സിമേറ പുള്ളിക്ക് വയലോട് കൊടുക്കണം. വേണ്ട കൊള്ളാം. സാറില്ല. പിന്നെ
അവിടെ ഞാനും കാപ്പിടിക്കാറുണ്ട് അവിടെ ഇരിക്കുന്നവരുണ്ട്.